സുജയിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞാൻ ദൈവമാണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. അത് തിരുത്തിക്കൊണ്ട് തുടങ്ങാമെന്ന് ഞാൻ കരുതുന്നു. ദൈവമാണ് എന്നല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് 24 മണിക്കൂറും ദിവസവും 24 മണിക്കൂറും 2047 വരെ ജോലി ചെയ്യാൻ എനിക്ക് കരുത്ത് തന്നിട്ടുണ്ട് എന്നതാണ് അദ്ദേഹത്തിൻ്റെ വാചകം. പിന്നെ ഈ പറയുന്നത് പോലെ ജൈവികമായ ഒന്നല്ല ദൈവികമായ ഒന്ന് തന്നിലുണ്ട് എന്ന് വിശ്വസിക്കുന്നത് ഒരു വിശ്വാസി വിശ്വസിക്കുന്നതാണ്. അത് ശബരിമലയിൽ പോയിട്ടുള്ള ആളുകൾക്ക് അറിയാമല്ലോ. ശബരിമലയിൽ ചെല്ലുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? തത്വമസി എന്നാണ് ശബരിമലയിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് സമാനമായ കാര്യങ്ങൾ തന്നെയാണ് നരേന്ദ്രമോദി പറഞ്ഞത്. അപ്പോൾ ഛാന്തോഗ്യോപനിഷത്തിൽ ആരുണി മഹർഷി ഉപദേശിക്കുന്ന തത്വമസി അത് വേറൊരു രീതിയിൽ നരേന്ദ്രമോദി പറയുമ്പോൾ അത് തെറ്റായി മാറുന്നത് എങ്ങനെയാണ് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. അത് മാത്രമാണ് അതിലുള്ള എൻ്റെ കമൻറ്റ്. പിന്നെ ജൂൺ 4-ന് വോട്ടെണ്ണുമ്പോൾ ഇനിയിപ്പോൾ 10 ദിവസത്തിനകലം മാത്രമേ ഉള്ളൂ വോട്ടെണ്ണലിലേക്ക്. 2 ഘട്ടം വോട്ടെടുപ്പ് മാത്രമാണ് ബാക്കിയുള്ളത്. അതിൽ നമ്മൾ പലതരത്തിലുള്ള വിലയിരുത്തലുകൾ ഇതിനകം തന്നെ നടത്തി കഴിഞ്ഞതാണ്. ഓരോ ഘട്ടത്തിലെയും വോട്ട് എത്ര വീഴും, എത്ര വീതം കുറയും, അങ്ങനെയുള്ള പലതരത്തിലുള്ള വിലയിരുത്തലുകൾ നമ്മൾ നടത്തിയതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഉണ്ണിസാറും ചില കണക്കുകൾ ഇവിടെ അവതരിപ്പിച്ചു. ഈ കണക്കുകളൊക്കെ നമുക്ക് പറയാൻ കഴിയുക വോട്ടെണ്ണുമ്പോൾ മാത്രമാണ്. വോട്ടെണ്ണുമ്പോഴാണല്ലോ കൃത്യമായിട്ട് ഒരു കണക്കിലേക്ക് നമുക്ക് എത്താൻ കഴിയുക. അല്ലാതെ ഇപ്പോൾ പെട്ടിയിലായിരിക്കുന്ന വോട്ട് ഇവിടെ ഇരുന്ന് എന്തായാലും തൽക്കാലം ഞാൻ എണ്ണുന്നില്ല. ഇതിൽ 6-ാം ഘട്ടം മാറ്റമില്ലാതെയോ എന്ന ചോദ്യത്തിൽ ഇത്തവണ 400-ലേക്ക്, അതായത് 95% മാർക്ക് നേടി നിൽക്കുന്ന ഒരു കുട്ടിയെ പോലെയാണ് BJPയും NDAയും. സ്വാഭാവികമായും 95% മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് 100-ലേക്ക് എത്തിക്കുക എന്നുള്ളത് നന്നായി പഠിക്കുന്ന ഏത് കുട്ടിയും ആഗ്രഹിക്കുന്നതാണ്. അത് മാത്രമേ BJPയും ഇപ്പോൾ ആഗ്രഹിക്കുന്നുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അവർ നന്നായി പഠിക്കുന്നു എന്നതിൻ്റെ അർത്ഥം 2014 മുതൽ 19 വരെ എങ്ങനെയാണോ ഭരണം നിർവഹിച്ചത് അതിൽ നിന്നും കൂടുതൽ മെച്ചപ്പെട്ടതാക്കാനാണ് 2019 മുതൽ 2024 വരെ അവർ ശ്രമിച്ചത്. അതായത് ഗവേണൻസ് മോഡലിൽ ഇംപ്രൂവ്മെന്റ് വരുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ പഠിക്കുമ്പോഴും നമ്മൾ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്നത് പോലെയല്ല 9-ാം ക്ലാസ്സിൽ പഠിക്കുന്നത്, 10-ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ 10-ാം ക്ലാസ്സിലെ ഫൈനൽ പരീക്ഷ കഴിഞ്ഞ് ആരായിരിക്കും ഇതിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങുക എന്ന ചോദ്യത്തിലേക്ക് എത്തുമ്പോൾ 95% മോഡൽ പരീക്ഷയ്ക്ക് വാങ്ങിച്ച ആളാണോ അതോ ജസ്റ്റ് പാസ്സായി നിൽക്കുന്ന ആളാണോ എന്ന ചോദ്യം മാത്രമാണ് ഇവിടെ അവശേഷിക്കുന്നത് എന്നുള്ളതാണ് ഇന്ത്യ മുന്നണി വേഴ്സസ് NDAയുടെ കമ്പാരിസൺ. കാരണം ഈ കുട്ടി പഠിച്ചു തുടങ്ങിയത് വളരെ വൈകിയാണ്. ഉണ്ണിസാറെ, ഇന്ത്യ മുന്നണി പഠിച്ചു തുടങ്ങിയത് വളരെ വൈകിയാണ്. എല്ലാ ചാപ്റ്റേഴ്സും കൃത്യമായി റിവൈസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് വ്യക്തമായ കാര്യവുമല്ല. അതേസമയം കൃത്യമായി ചിട്ടയോടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ് മറുഭാഗത്ത് പരീക്ഷ എഴുതുന്നത് എന്നത് ഇന്ത്യ മുന്നണി ഓർമ്മിക്കുന്നത് നന്നായിരിക്കും. ദക്ഷിണേന്ത്യയിലെ കണക്ക് കൂടി വെച്ചുകൊണ്ടാണ് ഈ 400 കടക്കും എന്നുള്ള ഒരു പ്രൊജക്ഷനിലേക്ക് എത്തിയത്. 1-ാം ഘട്ട വോട്ടെടുപ്പിന്റെ സമയം മുതൽ തന്നെ നരേന്ദ്രമോദി അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് ഞാനൊന്ന് നോക്കി. അതായത് മാർച്ച് 8 മുതൽ മെയ് 9 വരെ, മാർച്ച് 8 മുതൽ മെയ് 9 വരെയുള്ള പീരീഡ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നരേന്ദ്രമോദി ആകെ നടത്തിയത് 81 പ്രസംഗങ്ങളാണ്. ആ 81 പ്രസംഗങ്ങളിലും ഒന്നിലധികം തവണ ഈ 400 കടക്കും എന്നുള്ളത് നരേന്ദ്രമോദി ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു. അല്ലാതെ നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ 1-ാം ഘട്ടത്തിൽ ഒരു പ്രചാരണം, 2-ാം ഘട്ടത്തിൽ മറ്റൊരു പ്രചാരണം, അങ്ങനെയല്ല. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ 81 തെരഞ്ഞെടുപ്പ് റാലികളിലും നരേന്ദ്രമോദി 400+ എന്നുള്ള ക്യാമ്പയിൻ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്നും ഒരു ഗെയിം മൊമെന്റിലേക്ക് ജൂൺ 4-ൽ വോട്ടെണ്ണുമ്പോൾ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ അടിത്തട്ടിൽ ശക്തമായ ഒരു എതിർവികാരം ഉണ്ടാകണം. ആ ശക്തമായ എതിർവികാരം എന്ന് പറയുന്നത് കോൺഗ്രസിനെ 52-ൽ നിന്നും 303-ൽ നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യുന്ന BJPക്ക് ഒപ്പം എത്തിക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യമാണ്, വലിയ ടാർഗറ്റാണ് മുന്നിലുള്ളത്. അതിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അത്രയും ശക്തമായ ഒരു അണ്ടർ കറന്റ് തന്നെ ഉണ്ടാകണം എന്നുള്ളത് ആർക്കും ബോധ്യമാകുന്ന കാര്യമാണ്. ഇതിൽ കോൺഗ്രസിന്റെ വാഗ്ദാനങ്ങളിൽ എനിക്ക് കുറച്ചെങ്കിലും ഒരു കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഒരു കൺവിൻസിംഗ് ആയിട്ട് തോന്നിയ ഒരു വാഗ്ദാനം വനിതകൾക്ക് 1 ലക്ഷം നൽകും എന്നുള്ളതാണ്. അത് സോണിയാഗാന്ധി തന്നെയാണ് പ്രഖ്യാപിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ, എടുത്തു പറയാവുന്ന വാഗ്ദാനങ്ങൾ എന്താണ് മറുഭാഗത്ത് നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പോകുന്നത്? ഭരണഘടന എന്ന് പറഞ്ഞുകൊണ്ട് ഭരണഘടന മാറ്റുമെന്ന് ഒരിടത്തും അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു പ്രഖ്യാപനവും പോൾ പ്രോമിസിലോ ഏതെങ്കിലും പ്രസംഗങ്ങളിലോ ഒന്നും അങ്ങനെ പറഞ്ഞുകൊണ്ടല്ല ഈ തെരഞ്ഞെടുപ്പിനെ BJP നേരിടുന്നത്. മറുഭാഗത്ത് രാഹുൽ ഗാന്ധി ഇന്നത്തെ പ്രചാരണ പരിപാടിയിലും പറയുന്നത് ഭരണഘടനയെക്കുറിച്ചാണ്, ഭരണഘടന മാറ്റാൻ പോകുന്നത്. ആ ഒരു നറേറ്റീവ് മാത്രമേ ഉള്ളൂ. അത് താഴെത്തട്ടിലെ ജനങ്ങളിലേക്ക് ഈ നറേറ്റീവ് എത്രത്തോളം എത്തും എന്നത് കണ്ടറിയേണ്ട കാര്യമാണ്. ഞാൻ കരുതുന്നില്ല അങ്ങനെയുള്ളൊരു നറേറ്റീവ് കൊണ്ട് മാത്രം ഒരു ഗവേണൻസ് മോഡലിനെ മറികടക്കാൻ കഴിയുമെന്നുള്ളത്. UPയുടെ ഗവേണൻസ് മോഡൽ എങ്ങനെയാണ്, അതുമൂലം എങ്ങനെയാണ് സാധനങ്ങളും സേവനങ്ങളും എവറി നൂക്ക് ആൻഡ് കോർണർ എത്തിയത്, അതിൽ നിന്ന് എത്ര വ്യത്യാസം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് NDAക്ക് എന്നുള്ളതായിരിക്കും സാധാരണക്കാരായ താഴെത്തട്ടിലുള്ള ജനങ്ങൾ വിധി എഴുതുമ്പോൾ ആലോചിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അവിടെയാണ് ഈ ഉജ്ജ്വൽ യോജന അടക്കമുള്ള പദ്ധതികളിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ വരിക. അതിൻ്റെയൊക്കെ ബെനിഫിഷ്യറീസ് ആയിട്ടുള്ള ഒരുപാട് സാധാരണക്കാരായ മനുഷ്യരുണ്ട്. അവരൊക്കെ ചിന്തിക്കുക ഒരിക്കലും ഭരണഘടന മാറ്റി എഴുതുമെന്നുള്ള കോൺഗ്രസിൻ്റെ നറേറ്റീവ് വെച്ചിട്ടായിരിക്കില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഇതിൽ ഇനി ഞാൻ ഏറ്റവും
കൂടുതൽ ഉറ്റുനോക്കുന്നത് മഹാരാഷ്ട്രയിലേക്കും ബീഹാറിലേക്കുമാണ്. കാരണം മഹാരാഷ്ട്രയും ബീഹാറും കൂടി ചേർത്ത് നോക്കുമ്പോൾ 88 സീറ്റുകളുണ്ട്. ഈ 88 സീറ്റുകളിലെ സ്പ്ലിറ്റ്സ് ആൻഡ് ഷിഫ്റ്റ്സ് അതെങ്ങനെയായിരിക്കും എന്നുള്ളത് ഈ ജൂൺ 4 വോട്ടെണ്ണുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഞാൻ കരുതുന്നു. കാരണം ഏറ്റവും കൂടുതൽ ഈ ഉൾപ്പിരിവുകൾ നമ്മൾ കണ്ടതും ഏറ്റവും കൂടുതൽ ചേഞ്ച് വന്നതും ഈ 2 സംസ്ഥാനങ്ങളിലാണ്. മറ്റൊരിടത്തും ഇത്രയും ചേഞ്ച് നമ്മൾ കാണുന്നില്ല, അതും തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഒന്നാം ഘട്ട വോട്ടെടുപ്പിലേക്ക് വരാം. ഒന്നാം ഘട്ടം മുതലുള്ള ഇതുവരെയുള്ള ഘട്ടങ്ങൾ നമുക്ക് പറഞ്ഞതിന് ശേഷം ഞാൻ അതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് എത്താം. ഈ ഒന്നാം ഘട്ടത്തിൽ 101 സീറ്റുകളുണ്ട്. അതിൽ തന്നെ ദക്ഷിണേന്ത്യയിലെ സീറ്റുകൾ, തമിഴ്നാട്ടിൽ ഒറ്റഘട്ടമായി വിധി എഴുതിയ സീറ്റുകൾ, അവിടെ ഒരു അണ്ണാമലൈ ഫാക്ടർ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കണക്ക് കൂട്ടിക്കൊണ്ടാണ് BJP ഒന്നാം ഘട്ടം മുതൽ തന്നെ ഞങ്ങൾക്ക് എഡ്ജുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഈ അണ്ണാമലൈ ഫാക്ടർ നോൺ അർബൻ വോട്ട്സ് പിടിച്ചിട്ടുണ്ട് എങ്കിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ആ 5 സീറ്റുകളിൽ അവർക്ക് നല്ല രീതിയിലുള്ള പ്രോഗ്രസ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതായത് പ്രൊവൈഡഡ് നോൺ അർബൻ വോട്ട്സ് അണ്ണാമലൈ ഫാക്ടർ വഴി ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. രാമക്ഷേത്രം ഒരു വിഷയമായി വന്നിട്ടുണ്ടോ എന്നത് പലതവണ നമ്മൾ ഈ ചർച്ചയിൽ ഉയർത്തിക്കൊണ്ട് വന്നതാണ്. ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും മാത്രമാണ് ഈ രാമക്ഷേത്രത്തെക്കുറിച്ചുള്ള ചർച്ചകൾ കൂടുതലായി നടന്നത്. പിന്നീട് മറ്റ് വിഷയങ്ങളിലേക്ക് അത് ചേഞ്ച് ചെയ്തു പോവുകയായിരുന്നു. പക്ഷേ ഞാൻ കരുതുന്നു രാമക്ഷേത്രം ഒരു വിഷയമായി തന്നെ താഴെ തട്ടിലുള്ള അല്ലെങ്കിൽ അതിന് തൊട്ട് മുകളിലുള്ള തട്ടിലുള്ള ആളുകളിലേക്കൊക്കെ ആ വിഷയം എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം പ്രാണപ്രതിഷ്ഠാ ചടങ്ങൊക്കെ രാജ്യം മുഴുവൻ ശ്രദ്ധിക്കുന്ന തരത്തിലുള്ള ഒരു ഉത്സവമാക്കിയൊക്കെ ജനുവരി 22-ന് നടത്തിയത് അതൊരു ചർച്ചാ വിഷയമാകുന്നതിനും ഞങ്ങൾ പ്രഖ്യാപിച്ച കാര്യം നടപ്പാക്കി എന്ന് കാണിക്കുന്നതിനും വേണ്ടിയാണ് അന്ന് തന്നെ ആ ഒരു പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടത്തിയത് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഉത്തർപ്രദേശിൽ നേരത്തെ പറഞ്ഞ ഫാക്ടേഴ്സ് ഒക്കെ ശരിയാണ്. ഉണ്ണി സാർ പറഞ്ഞ രീതിയിലൊക്കെ കാര്യങ്ങൾ വെസ്റ്റേൺ UP-യിൽ അടക്കം വരാം. പക്ഷേ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കോൺഗ്രസും SP-യും ഒന്നിച്ചു നിൽക്കുമ്പോൾ അവിടെ മായാവതി ഫാക്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളതൊരു ഘടകമായി തന്നെ നിൽക്കുകയാണ്. അതായത് നേരിയ വോട്ട് വ്യത്യാസത്തിനാണ് അവിടെ ഒരു ചേഞ്ച് ഉണ്ടാകുന്നത് എങ്കിൽ, അങ്ങനെ ഒരു ചേഞ്ച് ആണ് ഇന്ത്യ മുന്നണി എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ മായാവതി അല്ലെങ്കിൽ BSP പിടിക്കുന്ന വോട്ടുകൾ അത് ഏത് രീതിയിലായിരിക്കും പ്രവർത്തിക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരിക്കലും BJP-യുടെ വോട്ടുകൾ മറുഭാഗത്തേക്ക് മറിയില്ല. ഈ BSP-യുടെ വോട്ടുകളാണ് അവിടെ ഏതെങ്കിലും രീതിയിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് ജയപരാജയങ്ങളെ നിർണ്ണയിക്കുക അവിടുത്തെ BSP ഫാക്ടർ ആയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഈ ഉത്തരാഖണ്ഡ് അടക്കമുള്ള ചില ഇടങ്ങളിൽ ഇപ്പോഴും മോദി ഫാക്ടർ എന്ന് പറയുന്നത് തന്നെയാണ് ഡോമിനന്റ്. അത് നമ്മൾ ആ പ്രദേശങ്ങളുടെ പ്രാദേശിക മാധ്യമങ്ങളൊക്കെ നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. മറ്റൊന്ന്, നിങ്ങൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന മണിപ്പൂരിനെ കുറിച്ച് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും മിണ്ടുന്നില്ല. മണിപ്പൂർ മറന്നുപോയോ? അതോ മണിപ്പൂരിലെ വോട്ടെടുപ്പ് വരെ മാത്രമേ ഈ മണിപ്പൂർ വിഷയം ഉണ്ടായിരുന്നുള്ളൂ? രാഹുൽ ഗാന്ധി മണിപ്പൂർ എന്നായിരുന്നു ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു മൂന്നാം ഘട്ടം കഴിഞ്ഞപ്പോൾ മോദി 400+ പറയുന്നില്ല എന്ന് പറഞ്ഞ ആരും തന്നെ രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് മണിപ്പൂരിനെ കുറിച്ച് പറയാത്തത് എന്ന ചോദ്യം പിന്നീട് ഉയർത്തുന്നില്ല. മൂന്നാം ഘട്ട വോട്ടെടുപ്പിന് ശേഷം മണിപ്പൂരിനെ കുറിച്ച് രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ മറ്റ് ഇന്ത്യ മുന്നണിയുടെ പ്രമുഖരായ നേതാക്കളോ ഒന്നും പറയുന്നത് നമ്മൾ കാണുന്നില്ല. മഹാരാഷ്ട്രയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു NCPക്കും ശിവസേനയ്ക്കും പിളർപ്പിന് ശേഷം സംഭവിക്കുന്നത് എന്താണ് എന്നുള്ളത് അതൊരു പ്രഡിക്ഷനും അപ്പുറം നിൽക്കുന്ന കാര്യമാണ്. കാരണം അവിടെ ഒരു സിമ്പതി ഫാക്ടർ വർക്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് അജിത് പവാറിനും ഏക്നാഥ് ഷിൻഡേക്കും തിരിച്ചടിയാകും. ആ സിമ്പതി ഫാക്ടർ വരികയാണെങ്കിൽ മാത്രമാണ് അവിടെ ഉദ്ധവ് താക്കറേക്കും ശരത് പവാറിനും ഒരു എഡ്ജ് കൊണ്ടുവരാൻ സാധിക്കുക. പക്ഷേ മഹാരാഷ്ട്രയുടെ മനസ്സാണ് അത് അങ്ങനെ പെട്ടെന്ന് പിടിതരുന്നതല്ല. വളരെ ഡിസിസീവ് ആയിരിക്കും മഹാരാഷ്ട്രയിലെ വോട്ടുകൾ. പിന്നെ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച ഈ മംഗൾസൂത്ര ഇൻസിഡന്റ് അതൊരു വളരെ മച്ച് ഡിസ്കസ്ഡ് ടോപ്പിക് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അത് യഥാർത്ഥത്തിൽ കുറേ വോട്ടുകളൊക്കെ മാറ്റിയിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പിന്നെ ഈ കർണാടകത്തിലെ യൂഷ്വൽ പാറ്റേൺ അത് ബ്രേക്ക് ചെയ്യുമെന്നുള്ളത് കരുതുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഉണ്ണി സാർ പറഞ്ഞത്. കാരണം നിയമസഭയിലും ലോക്സഭയിലും വ്യത്യസ്തമായുള്ള വിധിയെഴുത്താണ് കർണാടകയിൽ എപ്പോഴും കാണുന്നത്. അതിൽ ഈ രേവണ്ണ ഇഫക്റ്റ് അത് വരേണ്ടത് രണ്ടാം ഘട്ടത്തിൽ മൂന്നാം ഘട്ടത്തിൽ വിധി എഴുതിയ 14 സീറ്റുകളിലാണ്. ആ 14 സീറ്റുകളിൽ ഈ വിഷയത്തെക്കാൾ അപ്പുറം വോട്ടുകൾ കൃത്യമായി ജാതിയുടെ അടിസ്ഥാനത്തിൽ പോൾ ചെയ്യുന്ന സീറ്റുകളാണ്. അവിടെ ഈ രേവണ്ണ ഫാക്ടർ ചർച്ചയായി എന്ന് കരുതുന്നില്ല. ദേവഗൌഡ അടക്കം പ്രതികരിച്ചിരിക്കാൻ രേവണ്ണ മാഡം ഞാൻ മടങ്ങി വരൂ എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം? മാഡം ജസ്റ്റ് എനിക്ക് അതൊന്ന് ഞാൻ പറഞ്ഞു നമുക്കൊന്ന് ബ്രേക്ക് കഴിഞ്ഞിട്ട് ശരി. ഇതൊരു ഇന്ത്യൻ പൊളിറ്റിക്കൽ ലീഗാണ്. ചുരുക്കാൻ ആവശ്യപ്പെട്ടത് കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. അതായത് ഒരു IPL മാച്ച് പോലെ 5 ഘട്ടത്തിൽ നമ്മൾ വിധിയെഴുത്ത് കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ 6ഉം 7ഉമാണ് ബാക്കിയുള്ളത്. ഇതിൽ തരംഗം തിരമാല ഇതൊന്നുമല്ല. EVM ക്രമക്കേടെന്ന് അവസാനം 4-ാം തീയതി പറഞ്ഞുകൊണ്ട് വരരുത് എന്നതാണ് എനിക്കിവിടെ അഭ്യർത്ഥിക്കാനുള്ളത്. ഇനി അത് മാത്രമേ ഉള്ളൂ പറയാനുള്ള ന്യായീകരണം. കൃത്യമായി ഭരണത്തിന്റെ വിലയിരുത്തലാണ് ഇവിടെ നടക്കുന്നത്. നരേന്ദ്രമോദിയുടെ ഭരണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ നരേന്ദ്രമോദിക്ക് 3-ാം ഊഴം നൽകും. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ മാത്രം ഇന്ത്യ മുന്നണിക്ക് ആ നരേന്ദ്രമോദിയുടെ ഭരണത്തിന് എതിരായ ഒരു വിലയിരുത്തൽ നടക്കും. 79% ആളുകളും വോട്ട് ചെയ്ത് കഴിഞ്ഞു. 5 ഘട്ടങ്ങളിലായി. ബാക്കിയുള്ളത് 2 ഘട്ടങ്ങൾ മാത്രമാണ്. ഒന്നുകിൽ ഹാട്രിക് അല്ലെങ്കിൽ ഹിറ്റ് വിക്കറ്റ്. അതാണ് നമ്മളെ കാത്തിരിക്കുന്ന കാര്യം എന്നുള്ളതാണ്. ഇതിൽ 224 സീറ്റുകളിൽ കഴിഞ്ഞ തവണ 2019 50% വോട്ട് നേടി വിജയിച്ച BJP-യെ തോൽപ്പിക്കാൻ ചെറിയ കളിയൊന്നും പോരാ ഇന്ത്യ മുന്നണിക്ക് എന്നുള്ളത് തന്നെയാണ് എൻ്റെ സ്ട്രോങ് ടേക്ക്. മോഡൽ ഓഫ് ഗവേണൻസ് ഡൈനാമിക് ആൻഡ് ഡിസിസീവ് റിസ്ക് ടേക്കിംഗ് ആയിട്ടുള്ള ഗവേണൻസ് മോഡലാണ്
മോഡലാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിനെ മറികടക്കാനുള്ള ഗവേണൻസ് മോഡലൊന്നും എന്തായാലും രാഹുൽ ഗാന്ധിയുടെയും സംഘത്തിന്റെയും കയ്യിലില്ല. അവർ ഡെലിവർ ചെയ്തിട്ടുമില്ല. UPA 2 ടെന്യൂർ ഇരുന്നപ്പോൾ ഡെലിവർ ചെയ്തിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് വലിയ രീതിയിലുള്ള ഈ 52 303 തമ്മിലുള്ള വ്യത്യാസം കാണാതെ കുരുടൻ ആനയെ വർണ്ണിച്ചതുപോലെയുള്ള വർണ്ണന നടത്തിയിട്ട് കാര്യമില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ശരി. Meet the editors.